അവയവക്കടത്ത് മനുഷ്യരാശിക്കും സമൂഹത്തിനുമെതിരായ ഗുരുതരമായ കുറ്റകൃത്യമെന്ന ഹൈക്കോടതി നിയമാനുസൃതമായ മെഡിക്കൽ സംവിധാനങ്ങളിലുള്ള പൊതുജന വിശ്വാസം ദുർബലപ്പെടുന്നുവെന്നും ഹൈക്കോടതി. കുറഞ്ഞ സാമ്പത്തിക നേട്ടത്തിനായി ദരിദ്രർ അവയവങ്ങൾ വിൽക്കാൻ നിർബന്ധിതരാകുകയാണ്. വ്യാജരേഖ ചമച്ചുള്ള അവയവക്കടത്ത് കേസ് പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷണം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഏറെ നിർണായകമായ സുപ്രധാനമായ നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തിനുണ്ടായത്. ഏത് തരത്തിലായിരുന്നു ആ നിരീക്ഷണങ്ങൾ? സുരേഷ്, വ്യാജരേഖ ചമച്ചുകൊണ്ട് അവയവക്കടത്ത് നടത്തിയ സംഭവത്തിൽ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ആ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള മുഹമ്മദ് നജീബിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. മനുഷ്യരാശിക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിനും എതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അവയവക്കടത്ത്. മാത്രമല്ല, ഈ നിയമാനുസൃതമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങളോട് പോലും ജനങ്ങൾക്ക് ഉള്ള വിശ്വാസം അത് നഷ്ടപ്പെടുത്തുന്നതിന് ഈ അവയവക്കടത്ത് കാരണമാകും. മാത്രമല്ല, കുറഞ്ഞ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ദരിദ്ര വിഭാഗങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ ഈ അവയവങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിതരാകുന്നുണ്ട്. അത്തരം ജനങ്ങളെ ആ ജനവിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഈ അവയവക്കടത്തിലൂടെയൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. രാജ്യാന്തര കുറ്റകൃത്യ ശൃംഖല ഇതിലൂടെ വലിയ രീതിയിൽ ശക്തിപ്പെടുകയാണെന്നും ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് നജീബിനെതിരായിട്ടുള്ള തെളിവുകൾ അത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം അത് തെളിയിക്കുന്നതാണ്. മാത്രമല്ല, നജീബ് ഈ ജനപ്രതിനിധികളുടെയൊക്കെ തന്നെ സീലൊക്കെ തന്നെ വ്യാജമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. ഈ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഹമ്മദ് നജീബിന് ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നജീബിന് രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.